മദ്രസയിലെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സിബിഷനിലുള്ള സാധനങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും സാധനങ്ങളൊക്കെയാണ്. പറണ്ട ഓള് കുത്തി കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ മദ്രസത്തെ കുട്ടികൾ ചെയ്ത ക്രാഫ്റ്റുകളാണ്, കാലിഗ്രാഫി അങ്ങനത്തെ ക്രാഫ്റ്റുകളാണ്. ഇതൊക്കെ പിന്നെ ന്യൂസ് ഐറ്റംസ് വഴി ന്യൂസെല്ലാം കൂടി റിപ്പോർട്ട് മാറി ഉണ്ടാക്കിയതാണ്. ഇത് എങ്ങനെ കുടിക്കേണ്ടത്, ഇരുന്ന് കുടിക്കരുത് അങ്ങനെയൊക്കെ പറയുന്ന മെസ്സേജസാണ്. പിന്നെ കുറച്ച് റിപ്പോർട്ട്സ് എന്നൊക്കെ ഉണ്ട്. ഇത് ടെലിഫോണാണ്. പിന്നെന്താ പറയുക, ഇവിടെ ചെറിയ ഖുറാനൊക്കെ ഉണ്ട്. ചെറിയ ഖുറാൻ മുതൽ വലിയ ഖുറാനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു എന്താ പറയുക, നമ്മൾ സംസ്ഥാനം പറ്റിയിട്ടുള്ളൊരു കപ്പൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്പറന്തങ്ങൾ അങ്ങനത്തെ ഓരോ ഫോട്ടോകളൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ ഒരു പണിപ്പട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ അറിഞ്ഞോലൊക്കെ കമൻറ്റ് ചെയ്തിട്ടാണ്. പിന്നെ മുതോടി ഉണ്ട്. പിന്നെ തോന്നെ കാലിഗ്രാഫീസാണ് അധികം ഉള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട വിധം എന്നൊക്കെയാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പിന്നെ എന്താ പറയുക, പണ്ട് കാലത്തെ ആളുകളെ എങ്ങനെയാണ് കൃഷി നനച്ചിട്ടുണ്ട് എന്നുള്ളൊരു മോഡൽ എന്നൊക്കെ വെച്ചിട്ടുള്ള ഇതാണ്. ഇത് പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പലാണ്. അപ്പോൾ ഇത് ഞങ്ങൾ മദ്രസയിലുള്ള ഇറച്ചിക്കുട്ടികളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇറച്ചിക്കുട്ടികളുള്ളത് ചെമ്മാടും കൊടുങ്ങിയിലുമാണ്. ഇത് സമുദ്രവെള്ളത്തിൻ്റെ പ്രത്യേകതകളാണ്. 2000 മീറ്റർ സമുദ്രങ്ങളാണ് എടുക്കുന്നത്. അതിന് എത്ര എടുത്താലും കുറയില്ല. അതിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും അതിൻ്റെ പുണ്യവും കുറയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇത് അള്ളാഹുവിൻ്റെ 6 പ്രത്യേകതകളാണ്. ഇത് ആനക്കല സംഭവമാണ്. ഇത് നബി സ്വല്ലല്ലാഹു എന്താണ് ചന്ദ്രൻ പിളർത്തിയ സംഭവമാണ്. ഇത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലാണ്. ഇത് യൂസുഫ് അലൈഹി ഇസ്ലാമിന് തള്ളിയിട്ട കിണറാണ്. ഇത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വലിയ തിമിംഗലമാണ്. ഇത് മൂസാ നബി അലൈഹി ഇസ്ലാം കടലിനെ വടികൊണ്ട് അടിച്ചപ്പോൾ 2 ഭാഗമായി പിളർന്നു. ഇത്രയുള്ളൂ. ഇത് നമ്മളെ എന്താ പറയുക, പഴയ കാലത്തെ അറബി രാജ്യങ്ങളിലെ പൈസകളാണ്. പിന്നെ നമ്മളെ പഴയ കാലത്ത് 2 രൂപയൊക്കെ ഉണ്ട്. 25 പൈസ 5 പൈസ അങ്ങനത്തെ ഓരോ ചില്ലറകളൊക്കെയാണ് നമ്മളുള്ളത്. ഇത് പിന്നെ നമ്മളെ ലോകത്തിലെ സ്റ്റാമ്പുകളാണ്. ഇതാണ് നമ്മളെ ഇന്ത്യൻ്റെ സ്റ്റാമ്പ്. ഗാന്ധിജിൻ്റെ ഫോട്ടോകളാണ് നമ്മളെ സ്റ്റാമ്പ്. പിന്നെ ഓരോഹിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം സുന്നത്തുകൾ ചെയ്യണം. സുന്നത്തുകൾ പെട്ടതാണ് ഇസ്വാക്ക് ചെയ്യണം. ഇസ്വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ മുന്നിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഓരോ ചെയ്തതിന് ശേഷം ഒരു ദുആ ഉണ്ട്. ആ ദുആ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് സ്വർഗ്ഗത്തിലെ 8 കവാടങ്ങൾ തുറന്നു തരുന്നതാണ്. ഹദീസുകളിൽ പറയപ്പെടുന്നുണ്ട്. അല്ലാഹുവിൻ്റെ പൂർണ്ണമായ രൂപം മുൻകൈ വയ്ക്കുമ്പോൾ പിന്നെ ചെയ്യുന്ന രൂപങ്ങൾ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കയ്യിൽ മുറി ഉണ്ടായാൽ എങ്ങനെ ടൈം ചെയ്യാത്തത്? ആദ്യം നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ടൈം ചെയ്യുമ്പോൾ രണ്ടാമത്തെ അടിയിൽ മോതിരം ഉണ്ടെങ്കിൽ മുറിൻ്റെ കെട്ടിൻ്റെ മുകളിലൂടെ തടയുക. ഇത് സ്വർഗ്ഗമാണ്, ഇത് നരകാണ്. അങ്ങനെ ഒരു ചെറിയൊരു രൂപം ഉണ്ടാക്കി. ഇത് തീൻ്റെ കൂടാരം അങ്ങനത്തെ ഒരു ഇതുണ്ടാക്കിയതാണ്. ഇത് സ്വർഗത്തിൻ്റെ ഇതാണ്. എല്ലാ സാധനങ്ങളും ഇതുള്ള സ്വർഗ്ഗമാണ്. ഇത് എന്താ ഇറാ ഗുഹ ഉണ്ടാക്കിയതാണ്.
ഇതൊക്കെ നല്ല ഭംഗിയിൽ കാലിഗ്രാഫി ചെയ്തതാണ് കുട്ടികള്. ഇതൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ മമ്പുറമക്കാമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, അങ്ങനത്തെ ഫ്ലവേഴ്സിൻ്റെ ഇത് ഒക്കെ അങ്ങനത്തെ ഓരോന്ന്, പിന്നെ ഇന്ത്യൻ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് വീട്, പിന്നെ ഒരു മക്കൻ്റെ ഒക്കെ ഗ്ലാസ് രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാലിഗ്രാഫീസ് വരുന്നുണ്ട്. ഇതൊരു ആർട്ടിക്കുലേഷൻ ആണ്. ആരോ ചെയ്തൊരു ഏതോ കുട്ടികൾ ചെയ്താണ്. നല്ല രസമുണ്ട്. മണിക്കൂറുകൾ നടന്ന് കാണാൻ വിവിധ രാഷ്ട്രങ്ങളുടെ പൈസകൾ പഴയ കാലത്ത് നമ്മളെ കാരണവന്മാർ ഉപയോഗിച്ചിരുന്ന നയാ പൈസ, അണ പോലെയുള്ള പൈസകൾ, ഇതൊക്കെയും നിങ്ങൾക്ക് കാണാൻ പ്രോത്സാഹനം നൽകുന്നു. നമ്മുടെ മക്കളുടെ കാര്യത്തെപ്പറ്റി ഇതൊക്കെ പിന്നെ പണ്ട് കാലത്തെ സ്റ്റീൽ പെട്ടികളാണ്. ഗായ്സ് തോന ഉണ്ടാക്കാം. വീഡിയോ കണ്ടുകൊണ്ട് വരൂ, നമ്മുടെ കാണുക, എക്സിബിഷൻ കാണുക, കാണാനുണ്ട്, പഠിക്കാനുണ്ട്. നാണയങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഓല കൊണ്ടുണ്ടാക്കിയ പായകളും പിന്നെ എന്താ പറയുക, നമ്മൾ ആരൊക്കെ ഊറ്റിനാവുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ്. എല്ലാം കുട്ടികൾ ഉണ്ടാക്കിയതാണ്. ഇത് പിന്നെ തൊപ്പി അങ്ങനത്തെ ഓരോന്നൊക്കെ എന്താ പറയുക എഴുതിണ്ടാക്കിയതാണ്. പിന്നെ കോയിൻസ് കളക്ഷനാണ് ഇതൊക്കെ, നോട്ട്. അപ്പോൾ ഇത്രയുള്ള ഗായ്സ് ഞങ്ങളൊരു കൊച്ചു എക്സിബിഷൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.